നമസ്കാരം, എല്ലാവർക്കും സിമീസ് ക്യൂസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തട്ടുകട മട്ടൻ കറിയാണ്. തട്ടുകടയിലെ ഇറച്ചിക്കറികൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ബാച്ചിലേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് നമ്മുടെ ഈ തട്ടുകട മട്ടൻ കറി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. അധികം മസാലയോ അങ്ങനെ പൊടിച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ രുചികരമാണ് നമ്മുടെ ഈ തട്ടുകട മട്ടൻ കറി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മട്ടൻ 1 കിലോ, 3 ഇടത്തരം സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു കുടവെടുക്കുക. ഇപ്പോൾ നമ്മളെടുത്ത ഇഞ്ചിയിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത 9 വെളുത്തുള്ളിയിൽ ഒരു 3 വെളുത്തുള്ളി എടുത്തതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് ഞാൻ ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത ആ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ കുക്കർ വെച്ചിരിക്കുകയാണ്. കുക്കറിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. തട്ടുകടയിലേക്ക് ഇറച്ചിക്കറി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പം ഞാൻ എടുത്ത 3 ഇടത്തരം സവാളയാണ്. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞ് ഇപ്പം ഇതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി 3 എണ്ണമാണ്. അത് ഞാൻ 3 എണ്ണം ഇപ്പം അരിഞ്ഞത് ഇപ്പം ഇതിലേക്ക് ഇടുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്താണ്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെടുത്ത 5 പച്ചമുളക് 2ആയിട്ട് കീറി ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പം നമ്മൾ 9 വെളുത്തുള്ളി എടുത്തതിൽ 3 എണ്ണം നമ്മൾ അരിഞ്ഞ് ചേർത്തു ആദ്യം. ബാക്കിയുള്ള 6 എണ്ണം. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. അതിലൊരു ചെറിയ കഷ്ണം നമ്മൾ അരിഞ്ഞ് ചേർത്തു. ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പില ഇടുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അല്പം ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമുക്ക്. സവാളയും നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ പൊടിയൊക്കെ ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയെല്ലാം വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാവുള്ളൂ. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ ചേർത്ത മുളകുപൊടിയുടെയും മല്ലിപ്പൊടിയുടെയും അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ എല്ലാം പച്ചമണമെല്ലാം നന്നായിട്ട് മാറി ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇതുപോലെയാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കഴുകി വെച്ച മട്ടൺ നമുക്കിതിലേക്ക് ചേർക്കാം. 1 കിലോ മട്ടനാണ്. അപ്പോൾ 1 കിലോ മട്ടൺ നമുക്കിതിലേക്ക് ചേർക്കാം. സവാളയൊക്കെ വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ മട്ടന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇപ്പം നമ്മൾ എല്ലാം ചേർത്ത മസാലയെല്ലാം നന്നായിട്ട് ഇപ്പം മട്ടണിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി ഈ മസാല മുഴുവൻ ഈ മട്ടണിൽ നന്നായിട്ട് പിടിക്കണം. അതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ മട്ടൺ നമ്മൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന ഇറച്ചിക്കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ വെക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. ഇത് നന്നായിട്ട് അവർ ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതിലിങ്ങനെ വഴറ്റി ഈ ഇറച്ചിയിലെല്ലാം നന്നായിട്ട് പിടിപ്പിക്കും. ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്.
മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല എണ്ണ തെളിയുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഒരു 5 മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. കാര്യം വെച്ചാൽ നമ്മൾ ഈ മട്ടൺ നമ്മൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റും. ഈ 5 മിനിറ്റോളം വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്കൊരു 3 വിസിൽ വരണം. അപ്പോൾ 3 വിസിൽ വരട്ടെ. മൂന്ന് വിസിൽ വന്നു. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മട്ടനൊക്കെ വെന്തു. നാട്ടിലെ വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ഇതുപോലെ 3 വിസിൽ വന്നിട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും 1-2 വിസിലൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇതിൽ നന്നായിട്ട് പിടിക്കും. അപ്പോഴേക്കും അപ്പോൾ നന്നായിട്ട് വെന്ത് അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് തിളപ്പിച്ച് ഇതെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് പറ്റിച്ച് നന്നായിട്ടൊന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ നന്നായിട്ട് തിളപ്പിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലോട് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടുകട മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായ മട്ടൻ കറിയാണ്. നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ രുചികരമാണ് നമ്മുടെ ഈ തട്ടുകട മട്ടൻ കറി. നമ്മുടെ തട്ടുകട മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായ കറിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കാര്യം പ്രത്യേകിച്ച് മസാല ഒന്നും പൊടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ആകെ ഇത്തിരി അല്പം ഇഞ്ചിയും സവാളയും ഒക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ എല്ലാം നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണിത്. വളരെ രുചികരമായ കറിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.